ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, തലശ്ശേരിയിൽ അച്യുതൻ എന്ന ഒരു ധനികനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഒരു ബാധോപദ്രവം ഉണ്ടായി. 14 വർഷമായി ഈ ബാധോപദ്രവം തുടരുന്നു. ബാധ കയറിയാൽ ആ സ്ത്രീ നൃത്തം തുടങ്ങും. ഇത് വീട്ടുകാർക്കെല്ലാം പ്രയാസമുണ്ടാക്കുന്നു. മാത്രമല്ല, പുറത്തെറിഞ്ഞാൽ നാണക്കേടുമാണ്. അച്യുതൻ അമ്മയുടെ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി പല മാന്ത്രികന്മാരെയും വരുത്തി പല കർമ്മങ്ങളും ഹോമങ്ങളും നടത്തിച്ചു. ജിന്നിൻ്റെ ഉപദ്രവമാണെന്ന് പറഞ്ഞ് ചില മുസ്ലിം മന്ത്രവാദികൾ വന്ന് അവരുടെ വക ക്രിയകളും നടത്തി. എല്ലാം പരാജയം. ബാധ പോകുന്ന മട്ടില്ല. മന്ത്രവാദികൾ വന്ന് കളമിട്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ബാധയുള്ള സ്ത്രീ അതിലെ തെറ്റുകുറ്റങ്ങൾ കാണിച്ചു കൊടുക്കും, ശരിയായ രീതി പറഞ്ഞു കൊടുക്കും. അതിനുള്ള പ്രമാണങ്ങൾ ആയ സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലിക്കേൾപ്പിക്കുകയും അങ്ങനെ മന്ത്രവാദിയെ നാണം കെടുത്തി വിടുകയും ചെയ്യും. സംസ്കൃതം പഠിക്കുകയോ ഇങ്ങനെയുള്ള ശ്ലോകങ്ങൾ കേൾക്കുകയോ പോലും ചെയ്യാത്ത ഈ സ്ത്രീ ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നത് കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെടും. ഒടുവിൽ അച്യുതൻ ശിവഗിരിയിൽ പോയി ഗുരുദേവനെ കണ്ട് സങ്കടമുണർത്തിച്ചു. ഗുരുദേവൻ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വന്ന സമയത്ത് അച്യുതൻ്റെ ഭവനം സന്ദർശിച്ചു. ഗുരുദേവനെ കണ്ട മാത്രയിൽ സ്ത്രീ നൃത്തം തുടങ്ങി. ഗുരുവിൻ്റെ പാദത്തിൽ നമസ്കരിക്കാൻ അനുവാദം ചോദിച്ചു. ഗുരു അനുവദിച്ചു. അവർ ഗുരുവിൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു. ഗുരുദേവൻ ബാധയോട് നീ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ താനൊരു മന്ത്രവാദിയാണെന്നും തൻ്റെ പേര് ചെറുകുന്നത്ത് കണ്ണൻ എന്നായിരുന്നു എന്നും പറഞ്ഞു. താനും തൻ്റെ മരിച്ചുപോയ ശിഷ്യന്മാരും തലശ്ശേരിയിൽ നാരങ്ങാപുറത്ത് തൃക്കൈക്കൽ എന്ന പഴയ ക്ഷേത്രത്തിൽ പോകാറുണ്ടെന്നും അങ്ങനെ ഒരിക്കൽ പോകും വഴി ഈ സ്ത്രീയെ കണ്ട് അവരെ ബാധിച്ചതാണ് എന്നും പറഞ്ഞു. ഈ പറയപ്പെട്ട കണ്ണൻ എന്ന മന്ത്രവാദി കുറെ കാലം മുൻപ് ജീവിച്ചിരുന്ന ആൾ ആയിരുന്നു എന്ന അറിവുണ്ട്. എന്നാൽ ആ കാര്യം അച്യുതൻ്റെ അമ്മയ്ക്കൊന്നും അറിവുള്ളതല്ല. ഗുരുദേവൻ ബാധയോട് എന്തിനാണ് ഈ സാധു സ്ത്രീയെ ഉപദ്രവിക്കുന്നത്, പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ദീപം തൊട്ട് സത്യം ചെയ്തു. പിന്നീട് 1 വർഷത്തോളം ആ സ്ത്രീക്ക് ബാധോപദ്രവം ഉണ്ടായില്ല. 1 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ബാധ കൂടി. ഗുരുദേവനോട് സത്യം ചെയ്ത് പോയതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഗുരുദേവൻ പോകാനല്ലേ പറഞ്ഞുള്ളൂ, പിന്നീട് വരണ്ട എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ആണ് ബാധ പറയുന്നത്. അച്യുതൻ ശിവഗിരിയിൽ ചെന്ന് ഗുരുദേവനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഗുരുദേവൻ ഒരു പഴം കൊടുത്തു വിട്ടു. അച്യുതൻ്റെ മാതാവ് ആ പഴം ഭക്ഷിച്ചപ്പോൾ ബാധ ഒഴിഞ്ഞു. പിന്നീട് ആ സ്ത്രീക്ക് ബാധോപദ്രവം ഉണ്ടായിട്ടില്ല. നമസ്കാരം.